الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സഹോദരന്മാരെ സഹോദരികളെ വിശ്വാസികൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവന്റെ നിയമങ്ങളെ സൂക്ഷിച്ച് മുത്തഖിയായി ജീവിച്ച് മരണപ്പെടാൻ ഓരോരുത്തരോടും ഉണർത്തുകയാണ് തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഹജ്ജിന്റെ മാസങ്ങളിലാണ് നമ്മളുള്ളത്. ഈ സന്ദർഭത്തിൽ മഹാനുഭാവൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിത ചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയുകയും ആലോചിക്കുകയും നമ്മളുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുകയും ഒക്കെ ചെയ്യേണ്ട സന്ദർഭമാണ്. ഹജ്ജും അനുബന്ധ കർമ്മങ്ങളും എല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടാണ് എന്ന് നമുക്കറിയാം. വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിത രീതി പിന്തുടരണമെന്നാണ്. മുൻകഴിഞ്ഞ ഒരു പ്രവാചകന്റെ ജീവിതം അതുപോലെ അനുധാവനം ചെയ്യണമെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതത്തെ കുറിച്ചാണ്. അവിടെ നിന്നിങ്ങോട്ട് ശേഷമുള്ള മുഴുവൻ പ്രവാചകന്മാരും ആ പ്രവാചകന്റെ ജീവിത രീതിയും വിശ്വാസവും ആചാരങ്ങളും പ്രബോധന ശൈലിയും ഒക്കെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ സൂറത്തു ഇബ്രാഹിമിൽ സൂറത്തുൽ നഹ്ലിൽ 123-ാമത്തെ വചനത്തിൽ കാണാം, ثم أوحينا إليك أن اتبع ملة إبراهيم. നബിയെ, നിങ്ങൾക്ക് ഞാൻ വഹി നൽകിയിട്ടുണ്ട്, നിങ്ങൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മില്ലത്ത് പിന്തുടരണം എന്ന്. അതാണ് വഹി. എന്താണ് മില്ലത്തിന്റെ പ്രത്യേകത? ഹനീഫൻ, അത് വക്രതയില്ലാത്തതാണ്, ശിർക്ക് കലരാത്തതാണ്, കാപട്യം ഒട്ടുമില്ലാത്തതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ച് പറയുന്നിടത്ത് ധാരാളം സ്ഥലങ്ങളിൽ അള്ളാഹു പ്രയോഗിച്ചിട്ടുള്ള ഒരു വാക്കാണ് ഹനീഫ് എന്നുള്ളത്. നേരെ ചൊവ്വേ, വക്രതയില്ലാത്തത്. അതിന്റെ വ്യാഖ്യാനങ്ങളിൽ പണ്ഡിതന്മാർ പറഞ്ഞ കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. ശിർക്ക്, കാപട്യം, ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ജീവിതത്തിൽ വരാത്ത ഋതുമനസ്കനായിരുന്നു അദ്ദേഹം. വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ഒരിക്കലും മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ പെട്ടവനായിരുന്നില്ല.
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്നത് നിങ്ങൾക്ക് ഞാൻ നൽകിയിട്ടുള്ള വഹ്യ് ആ പ്രവാചകനെ പിന്തുടരണം എന്നാണ്. മറ്റൊരു വചനത്തിൽ കാണാം, ഖുർആനിന്റെ സൂറത്ത് അൻആമിൽ 161-ൽ ഖുൽ, നബിയെ നിങ്ങൾ പ്രഖ്യാപിക്കണം, ഇന്നനി ഹദാനി റബ്ബി, എന്റെ റബ്ബ് എനിക്ക് വഴി കാണിച്ചു തന്നിട്ടുണ്ട്, ഇലാ സിറാത്തിൽ മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീമിലേക്ക് എന്റെ റബ്ബ് എനിക്ക് വഴി കാണിച്ചിട്ടുണ്ട് എന്ന് പ്രഖ്യാപിക്കൂ പ്രവാചകരെ. എന്താണ് സിറാത്തുൽ മുസ്തഖീമിന്റെ പ്രത്യേകത? ദീനൻ ഖിയമൻ, അത് വക്രതയില്ലാത്ത മതമാകുന്നു. മില്ലത്ത് ഇബ്രാഹിം ഹനീഫ, ഏതാണത്? അത് ഋജുവായി ജീവിച്ചിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ മില്ലത്താണ്, വഴിയാണ്. വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ഒരിക്കലും മുശ്രിക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ടവനായിരുന്നില്ല. മറ്റൊരു സ്ഥലത്ത് സൂറത്ത് ആല ഇംറാനിലെ 95-ാമത്തെ വചനത്തിൽ കാണാം, ഖുൽ സ്വദഖല്ലാഹ്, നബിയെ നിങ്ങൾ പറയണം, അല്ലാഹു സത്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഫത്തബിഊ മില്ലത്ത ഇബ്രാഹിം, അതുകൊണ്ട് മനുഷ്യരെ നിങ്ങൾ ഇബ്രാഹിം നബിയുടെ മാർഗം പിന്തുടരണം. ഹനീഫൻ വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ഹനീഫായിരുന്നു, അദ്ദേഹം മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ പെട്ടവനായിരുന്നില്ല. സൂറത്ത് മുംതഹനയിലെ 4-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത് കാണാം, ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസന ഫീ ഇബ്രാഹിം വല്ലദീന മഅഹു. ഖുർആൻ വായിക്കുന്ന മനുഷ്യരെ, നിങ്ങൾക്ക് ഇബ്രാഹിമിലും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരിലും ഏറ്റവും നല്ലൊരു മാതൃകയുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ ജീവിച്ചവരിലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയിലും നിങ്ങൾക്ക് ഏറ്റവും നല്ല മാതൃകയുണ്ട്. മറ്റൊരു വചനം സൂറത്ത് അൽ-ബഖറയിലെ 130-ൽ കാണാം, വമൻ യർഅബ് അൻ മില്ലത്തി ഇബ്രാഹിം ഇല്ലാ മൻ സഫിഹ നഫ്സഹു വലഖദ് ഇസ്തഫൈനാഹു ഫിദ് ദുനിയ വഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ. അവിടെ ഖുർആൻ പറയുന്നത്, ആരാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വഴി ശരിയല്ല എന്ന് വിചാരിക്കുക? ഇല്ലാ മൻ സഫിഹ നഫ്സഹു, സ്വയം വിഡ്ഢിയായവൻ ഒഴികെ. എന്ന് പറഞ്ഞാൽ ഒരു വിഡ്ഢിയായ മൂഢനായ മനുഷ്യൻ മാത്രമേ പറയുള്ളൂ ഇബ്രാഹിം നബിയുടെ ശൈലി ശരിയായില്ല, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ വിശ്വാസം ശരിയല്ല, അദ്ദേഹം കൊണ്ടു നടന്നിരുന്ന കാര്യം ശരിയല്ല എന്ന് ആർക്കെങ്കിലും തോന്നിയെങ്കിൽ അവൻ വിഡ്ഢിയാണെന്നാണ് ഖുർആൻ പറയുന്നത്. കാരണം അദ്ദേഹത്തെ നാം വലഖദ് ഇസ്തഫൈനാഹു ഫിദ് ദുനിയ, അദ്ദേഹം ശരിയുടെ വഴിയിൽ സഞ്ചരിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തെ നാം ദുനിയാവിൽ തെരഞ്ഞെടുത്തു. വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ, ആഖിറത്തിലാവട്ടെ അദ്ദേഹം സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിലാണ്. ഈ രൂപത്തിലുള്ള വചനങ്ങൾ ഇനിയും ധാരാളം നമുക്ക് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ പ്രവാചകനോട് കൽപ്പിച്ചു, മുഅ്മിനുകളായ മനുഷ്യരോട് കൽപ്പിച്ചു, അദ്ദേഹത്തിന്റെ വഴി പിന്തുടരണം, അത് ശരിയല്ല എന്ന് തോന്നാൻ പാടില്ല, അതിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്, ഇങ്ങനെ പറയുന്ന ധാരാളം വചനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം ഖുർആനിൽ പറയുമ്പോൾ ആ പ്രവാചകന്റെ ചരിത്രം, ആ പ്രവാചകന്റെ ജീവിതം, എന്തുകൊണ്ട് അള്ളാഹു ഇത് പറഞ്ഞു എന്ന് മനസ്സിലാക്കേണ്ടവരാണ് നമ്മൾ, അല്ലേ? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാർഗത്തിൽ ജീവിച്ചു മരിക്കാൻ അങ്ങേറ്റം ആഗ്രഹിച്ചു. പ്രവാചകൻ അത് പ്രാർത്ഥിച്ചു. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ട്. പ്രവാചകൻ പ്രാർത്ഥിക്കുന്ന കാര്യം പ്രഭാതത്തിൽ അസ്ബഹന അലാ ഫിത്റത്തുൽ ഇസ്ലാം, ഇത് പ്രവാചകൻ പ്രാർത്ഥിക്കുമെന്ന് മാത്രമല്ല, സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, യുഅല്ലിമുന, ഞങ്ങളെ പഠിപ്പിച്ചു എന്നാണ്. രാവിലെ ആകുമ്പോ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിക്കുന്നത്? അല്ലാഹു അസ്ബഹന അലാ ഫിത്റത്തുൽ ഇസ്ലാം, അല്ലാഹുവേ ഇസ്ലാമിന്റെ ശുദ്ധ പ്രകൃതിയിൽ ഞങ്ങളെ നീ ഈ പ്രഭാതത്തിൽ പ്രവേശിപ്പിക്കണമേ. വകലിമത്തുൽ ഇഖ്ലാസ്, ഇസ്ലാമിന്റെ കലിമയായ ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നൊരവസ്ഥ ഞങ്ങൾക്ക് നൽകണേ. വസുന്നത്തി നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചര്യ അത് മുറുകെ പിടിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു പ്രഭാതം ഞങ്ങൾക്ക് നീ നൽകണേ. വമില്ലത്ത അബീന ഇബ്രാഹിം ഹനീഫൻ മുസ്ലിമ, അല്ലാഹുവിന് സർവ്വതും കീഴ്പ്പെട്ടിട്ടുള്ള ഹനീഫായിട്ടുള്ള ഇബ്രാഹിമി മില്ലത്തിൽ ഞങ്ങളെ നീ കൊണ്ടുപോകണേ ഈ പ്രഭാതം തൊട്ട് എന്ന് പ്രാർത്ഥിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്നാൽ വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം മുശ്രിക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ടവനായിരുന്നില്ല. ഇതേപോലെ തന്നെ വൈദാ അംസൈനാ മിസ്ല ദാലിക്, വൈകുന്നേര സമയത്തും ഇതുപോലെ പ്രാർത്ഥിക്കാൻ പ്രവാചകൻ പഠിപ്പിച്ചു. പ്രവാചകൻ അത് പ്രാർത്ഥിക്കുകയും ചെയ്തു. ആ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അള്ളാഹു അദ്ദേഹത്തെ അങ്ങേയറ്റം ആദരിച്ചു. അങ്ങേയറ്റം പ്രവാചകൻ ഇബ്രാഹിമെ അള്ളാഹു ആദരിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്നത് ഈ പറഞ്ഞ വാചകങ്ങളിൽ നിന്ന് അത് മനസ്സിലാവും നമുക്ക്, അല്ലേ?
എന്ന് മാത്രമല്ല സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലീലായി തെരഞ്ഞെടുത്തത് രണ്ടുപേരെയാണ്. ഖലീൽ എന്ന് പറഞ്ഞാൽ, ഖുല്ലത്ത് എന്ന് പറഞ്ഞാൽ സ്നേഹം അങ്ങേയറ്റം ഉണ്ടായിട്ട് ഒരാളെ അടുപ്പക്കാരനായി സ്വീകരിക്കാം. വെറുതെ ഒരു കൂട്ടുകാരനല്ല, വെറുതെ ഒരു ഫ്രണ്ട് അല്ല, അതിന്റെ അപ്പുറത്ത് അങ്ങേയറ്റത്തെ സ്നേഹം കാരണം കൂട്ടുകാരനായി അള്ളാഹു സൃഷ്ടികളിൽ തെരഞ്ഞെടുത്തത് രണ്ടാളുകളെയാണ്. ഒന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, രണ്ട് മഹാനായ ഖലീലുർ റഹ്മാൻ അബുൽ അംബിയ ഇമാമുൽ അംബിയ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നത് കാണാം, സൂറത്തുൻ നിസാഇന്റെ 125-ൽ, വമൻ അഹ്സനു ദീനൻ മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിനുൻ വത്തബഅ മില്ലത ഇബ്രാഹീമ ഹനീഫാ. ഖുർആനിലൂടെ പറയുന്നത്, ആരാണ് ഏറ്റവും നന്നായി മതം പ്രവർത്തിച്ചത്, ദീനിൽ ഏറ്റവും നന്നായി വർത്തിക്കുന്നവൻ ആരാണ്? നിഷ്കളങ്കമായി മറ്റൊരു ലക്ഷ്യവുമില്ലാതെ റബ്ബിലേക്ക് തന്നെ തിരിച്ചവനും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വഴി തെരഞ്ഞെടുത്തവനും അല്ലാതെ വേറെ ആരാണ് നന്മ ചെയ്തവനെന്ന് പറഞ്ഞാൽ, ഇബ്രാഹിം നബിയുടെ വഴി തെരഞ്ഞെടുത്ത് അത് സത്യസന്ധമായി ജീവിതത്തിൽ പകർത്തി അള്ളാഹുവിലേക്ക് തിരിഞ്ഞവന് അല്ലാതെ പിന്നെ ആരാണ് മതത്തെ നന്നായി ഉപയോഗിച്ചവൻ? ഇത്രയും പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞു, വത്തഖദല്ലാഹു ഇബ്രാഹിം ഖലീല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ഖലീലായി തെരഞ്ഞെടുത്തു എന്ന്, കൂട്ടുകാരനായി അള്ളാഹു തെരഞ്ഞെടുത്തു. റബ്ബ് സുബ്ഹാനഹു വ തആല കൂട്ടുകാരനായി തെരഞ്ഞെടുത്ത ഒരാളോടും മറ്റൊരാൾക്കും പ്രത്യേകത ഉണ്ടാവും നമുക്കറിയില്ല, ഇല്ല, ഒരിക്കലും ഇല്ല. അതുകൊണ്ട് തന്നെ ആ പ്രവാചകന്റെ മാർഗം നമ്മുടെ ജീവിത മാർഗം. അദ്ദേഹത്തെ കുറിച്ച് മറ്റൊരു വസ്ഫ് ഖുർആൻ പറഞ്ഞത്, അദ്ദേഹം ഒരു ഉമ്മത്ത് കണക്കെ പ്രവർത്തിച്ചു എന്ന്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, സൂറത്തു നഹ്ലിൽ തന്നെ, ഇന്ന ഇബ്രാഹീമ കാന ഉമ്മത്തൻ ഖാനിതൻ ലില്ലാഹി ഹനീഫൻ വലം യകു മിനൽ മുശ്രിക്കീൻ. തീർച്ചയായും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ഒരു ഉമ്മത്തായിരുന്നു. ഖാനിതൻ, അല്ലാഹുവിനെ അങ്ങേയറ്റം ഭയപ്പെട്ടവനായിരുന്നു. ഹനീഫൻ, അദ്ദേഹം ഋജുമനസ്കനായിരുന്നു. വലം യകു മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം മുശ്രിക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ടവനായിരുന്നില്ല. ശാകിറൻ ലിഅൻഉമിഹി, അടുത്ത വാചകൻ, അദ്ദേഹം അല്ലാഹു അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചവനായിരുന്നു. ഇജ്തബാഹു വഹദാഹു ഇലാ സിറാത്തിൽ മുസ്തഖീം, അതുകൊണ്ട് തന്നെ നാം അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു, സിറാത്തുൽ മുസ്തഖീമിലേക്ക് നാം അദ്ദേഹത്തെ വഴി നടത്തുകയും ചെയ്തു. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാനായ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നത്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ആളുകൾ ചോദിച്ചു, ഈ ആയത്ത് ഇങ്ങനെ ഓതിയപ്പോ എന്താണ് ഇവിടെ ഉമ്മത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഉമ്മത്ത് എന്ന അറബി വാക്കിന് മലയാളത്തിൽ പറയാൻ പറ്റുന്ന അർത്ഥം ഒരു സമുദായമെന്ന്, ഒരു സമൂഹം. എന്താണ് ഇബ്രാഹിം നബി ഒരു മനുഷ്യനാണ്, എന്നിട്ട് അദ്ദേഹത്തെ കുറിച്ച് എന്താണ് ഒരു വ്യക്തിയെ ഉമ്മത്ത് എന്ന് പറയാൻ കാരണം? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ ഉമ്മ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഅല്ലിമുൽ ഖൈർ, ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു മുഅല്ലിം. ആ വിഷയത്തിൽ ഒരു സമുദായത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ആര് ചെയ്തത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തത്. അതേപോലെ ഒന്നുകൂടെ, അല്ലദീ യുഅല്ലിമുൻ നാസ ദീനഹും, അദ്ദേഹം അവരുടെ മതത്തെ, അന്നുണ്ടായിരുന്ന മനുഷ്യർക്ക് ദീൻ പഠിപ്പിക്കുന്ന വിഷയത്തിൽ ഒരു ഉമ്മത്ത്, നമ്മൾ പറയുന്ന സ്ഥാപനം അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകൾ, അവർ ഈ സമൂഹത്തിന്റെ വിദ്യാഭ്യാസത്തിലും നന്മയിലും ഇടപെടുന്നു എന്ന് പറയുന്നതിനപ്പുറത്ത് ഒരു വ്യക്തി ഒരു ഉമ്മത്ത് കണക്കെ ഒരു സമുദായത്തിന് ചെയ്തു തീർക്കാൻ പറ്റുന്ന കാര്യം അദ്ദേഹം ചെയ്തു. അത് അല്ലാഹു സർട്ടിഫൈ ചെയ്യുകയാണ്. ഖാനിത്തൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അദ്ദേഹം പറഞ്ഞു ഖാനിസ്. ഖുർആൻ അടുത്ത് പറഞ്ഞ വാചകം ഖാനിത്ത് എന്നാണ്. അതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, അൽ മുതീഉ ലില്ലാഹി വ റസൂലിഹി, അല്ലാഹുവിനെയും റസൂലിനെയും സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെയും അവന്റെ അവിടെ നിന്ന് വരുന്ന കാര്യങ്ങൾ അനുസരിക്കുന്ന വിഷയത്തിൽ അദ്ദേഹം മുതീഅാണ്. ഇവിടെ റസൂൽ എന്ന് ഉദ്ദേശിക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, അള്ളാഹുവിൽ നിന്ന് കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ജിബ്രീലിനെ, അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ അദ്ദേഹം അങ്ങേയറ്റം ഭയമുള്ളവനായിരുന്നു. അത് കേട്ട ഉടനെ ജീവിതത്തിൽ പകർത്താൻ വ്യഗ്രത കാണിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. മറ്റൊരു സ്ഥലത്ത് ഖുർആൻ സൂറത്തുൽ നജ്മിൽ പറഞ്ഞു, വഇബ്രാഹിമുല്ലദീ വഫാ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാം പൂർത്തീകരിച്ചിട്ടുള്ള വ്യക്തിയാണ്. മഹാനായ ഹസൻ റഹിമഹുല്ലാ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, മാ അമറഹുല്ലാഹു ബിശൈഇൻ ഇല്ലാ വഫാഹു, ഏതൊരു വിഷയമാണോ അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത് അതങ്ങ് പൂർണ്ണമായ രൂപത്തിൽ
നിർവഹിക്കാതെ അദ്ദേഹം വിട്ടുപോയിട്ടില്ല. അതുകൊണ്ട് അള്ളാഹു ഈ ഭൂമിയിലുള്ള മനുഷ്യരോട്, ബാക്കിയുള്ള ആളുകളോട് പറയാൻ, അദ്ദേഹം എല്ലാം പൂർത്തീകരിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഒന്നുകൂടെ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, ഫഖാമ ബിജമീഇൽ അവാമിരി വതറക ജമീഅൻ നവാഹി. അള്ളാഹു കൽപ്പിച്ച മുഴുവൻ കാര്യങ്ങളും അത് ചെയ്യുന്നതിലും അള്ളാഹു ഉപേക്ഷിക്കാൻ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും മാറി നിൽക്കുന്നതിലും അദ്ദേഹം പൂർണ്ണതയിലെത്തിയ വ്യക്തിയായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമെ ഓർക്കുന്നവരാണ് നമ്മളെല്ലാം. ഈ ഭൂമിയിൽ ഒരു സമയം പോലും അദ്ദേഹത്തിന്റെ പേര് പറയാതെ പോല, ഒരു സമയവും നമസ്കാരമില്ലാത്തൊരു സമയം ഭൂമിയിലില്ല. ഇതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. ആ നമസ്കാരത്തിലൊക്കെ ഇബ്രാഹിമി സ്വലാത്ത് പറയുന്നുണ്ട്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പേര് പറയുന്നുണ്ട്, പറയിപ്പിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചെന്താ, ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, നിന്നെ ഞാൻ ലോകത്തിന് ഇമാമാക്കിയിട്ടുണ്ട് എന്നാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ലോകങ്ങൾക്ക് മുഴുവൻ ഇമാമാണ്. അതെല്ലാവരും അവകാശപ്പെടുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വരുമ്പോ മക്കയിലുണ്ടായിരുന്ന മനുഷ്യർ അവർ ബഹുദൈവാരാധകരാണ്, ബഹുദൈവ വിശ്വാസികളാണ്. പക്ഷെ അവർ പറയുന്നത് ഞങ്ങൾ ഇബ്രാഹിമി മില്ലത്തിലാണ് എന്നായിരുന്നു. അതുകൊണ്ട് ഖുർആൻ ഇടയ്ക്കിടെ ആവർത്തിച്ച് വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം മുശ്രിക്കായിരുന്നില്ല, മുശ്രിക്കുകൾക്ക് അവകാശപ്പെടാൻ ഒരു യോഗ്യത ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും അവർ പറയുന്നു ഞങ്ങൾ ഇബ്രാഹിമി മില്ലത്തിലാണ് എന്നാണ് അവർ പറയുന്നത്. എന്ന് മാത്രമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ കടന്നു വരുന്നതിന് മുമ്പ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ശേഷമുള്ള ദീർഘമായ ഒരു കാലഘട്ടം പ്രവാചകന്മാർ വരാതിരുന്നിട്ടുണ്ട്. ആ കാലഘട്ടത്തിലുള്ള മനുഷ്യരിൽ തൗഹീദ് അനുസരിച്ച്, അള്ളാഹുവിന്റെ മതമനുസരിച്ച് ജീവിച്ച ആളുകളുണ്ട്. അവരറിയപ്പെട്ടിരുന്നത് ഹനഫിയാക്കൾ എന്നാണ്, ഹുനഫാക്കൾ എന്ന് പറഞ്ഞ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുവന്ന മതം ഉൾക്കൊണ്ട ആളുകൾ. അല്ലെ, ചരിത്രത്തിൽ ഒരു ഭാഗം കാണാം, സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ എന്ന് പറയുന്ന പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയ വ്യക്തിയെ സംബന്ധിച്ച് പ്രവാചകൻ പിൽക്കാലത്ത് സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അദ്ദേഹം മക്കയിലെ മനുഷ്യർ ഈ ബഹുദൈവാരാധനയും അന്ധവിശ്വാസങ്ങളും ചെയ്യുന്നത് കണ്ടിട്ട് ഇത് ശരിയല്ല എന്ന് മനസ്സിലാക്കി ആ നാട് വിട്ടുപോവാണ്. നാട് വിട്ടുപോയി ഷാമിലെത്തി ഒരു ജൂത പണ്ഡിതന്റെ അരികിൽ ചെന്നു. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കാണ്, യഥാർത്ഥത്തിൽ എന്താണ് മതം, എന്താണ് ഞാൻ ഉൾക്കൊള്ളേണ്ടത്? ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ കൂടലാണ് എന്റെ രക്ഷയുടെ വഴി. ഈ റബ്ബിയായ ജൂതനായ മനുഷ്യൻ പറയുന്നത്, മാ അലമഹു ഇല്ലാ അയകൂന ഹനീഫ, എനിക്കറിയില്ല ഹനീഫ് അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു വഴിയുണ്ട്, പറഞ്ഞ ഇബ്രാഹിം നബിയുടെ വഴിയല്ലാതെ വേറെ ഏതെങ്കിലും ഒരു വഴിയുണ്ടോ എന്നെനിക്കറിയില്ല. അപ്പൊ ഈ സെയ്ദ് ചോദിക്കുകയാണ്, വമൽ ഹനീഫ്, എന്താ ഹനീഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പൊ ഈ ജൂത റബ്ബി പറഞ്ഞു കൊടുത്തു, ദീനു ഇബ്രാഹിം, അത് ഇബ്രാഹിമിന്റെ മതമാണ്. ലം യകുൻ യഹൂദിയൻ വലാ നസ്റാനിയ, അദ്ദേഹം പറഞ്ഞു കൊടുക്കുക, അദ്ദേഹം യഹൂദിയോ നസ്റാനിയോ ആയിരുന്നില്ല. വലാ യഅബുദു ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ അല്ലാതെ അദ്ദേഹം ആരാധിച്ചിട്ടുമില്ല. സെയ്ദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ അദ്ദേഹം നേരെ ഒരു ക്രൈസ്തവ പുരോഹിതന്റെ അരികിലേക്ക് ചെല്ലാൻ, അവിടെ നിന്നും ഇതേ മറുപടി കിട്ടുകയാണ്. രണ്ടുപേരും പറഞ്ഞ മറുപടി കേട്ടപ്പോ ഇദ്ദേഹം കൈകൾ ഉയർത്തി അള്ളാഹുവോട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇന്നി ഉശ്ഹിദു അന്നി അലാ ദീനി ഇബ്രാഹിം, അല്ലാഹുവേ ഞാൻ ഇബ്രാഹിമിന്റെ മില്ലത്തിലാണ് എന്നതിന് നീ സാക്ഷിയാണ്, നിന്നെ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രാർത്ഥിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിൽക്കാലത്ത് പറയുന്നത് കാണാം. അല്ലെ, യഹൂദികളും നസ്രാനികളും ഒക്കെ അവരുടെ ആളുകളായിട്ട് അദ്ദേഹത്തെ പറയാറുണ്ടായിരുന്നു. മുശ്രിക്കുകൾ ഞങ്ങളാണ് ഇബ്രാഹിമിന്റെ വഴിയിലെന്നാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അന്ന് പറഞ്ഞത്. യഹൂദികളും നസാറാക്കളും അത് തന്നെ പറഞ്ഞു. വിശുദ്ധ ഖുർആൻ അത് തിരുത്തുകയാണ്. ഖുർആനിൽ സൂറത്തു ആൽ ഇംറാനിന്റെ 68 കാണാം, 67 കാണാം, മാ കാന ഇബ്രാഹിമു യഹൂദിയൻ വലാ നസ്റാനിയ, ഇബ്രാഹിം യഹൂദിയോ നസ്റാനിയോ അല്ല, വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ, അദ്ദേഹം യഥാർത്ഥത്തിൽ മുസ്ലിമാണ്, അദ്ദേഹം ഹനീഫാണ്. വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം മുശ്രിക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ടവനുമല്ല. അതുകൊണ്ട് തന്നെ അടുത്ത വചനത്തിൽ അല്ലാഹു പറഞ്ഞു, ഇന്ന ഔലൻ നാസി ബി ഇബ്രാഹിം, ഇബ്രാഹിമിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ആളുകൾ ലില്ലദീന തബഊഹു, അദ്ദേഹത്തെ ആരാണോ ഇത്തിബാ ചെയ്യുന്നത് അവരാണ് ഇബ്രാഹിം നബിയുടെ വഴിയിലുള്ളത്, ചേർന്ന് നിൽക്കുന്നത്. വഹാദൻ നബി, അത് ഈ പ്രവാചകനാണ് എന്ന് പറഞ്ഞ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലദീന ആമനു, അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളാണ്. വല്ലാഹു വലിയുൽ മുഅ്മിനീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനുകൾക്ക് വലിയായി മതിയായവനാണ്. സുഹൃത്തുക്കളെ, പലപ്പോഴും ഇതേ രൂപത്തിൽ ഇന്നും പല ആളുകളുണ്ട്. സത്യത്തിൽ നിങ്ങൾ നോക്ക്,
ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം എന്താ? അദ്ദേഹത്തെ അറിയപ്പെടുന്നത് തൗഹീദിന്റെ പ്രവാചകൻ എന്ന്. എല്ലാ അമ്പിയാക്കളും തൗഹീദ് പ്രബോധനം ചെയ്തവരാണ്. അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് പാടുള്ളൂ, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അവന് മാത്രമേ നേർച്ചകൾ അർപ്പിക്കാൻ പാടുള്ളൂ. ഇതാണ് ഇസ്ലാമിന്റെ അടിത്തറ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് വീട്ടിൽ നിന്ന് തുടങ്ങി നാട്ടുകാരോട്, രാജാവിനോട്, കുടുംബത്തോട് മുഴുവൻ നിരന്തരം രാജ്യങ്ങൾ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഫലസ്തീനിൽ ഇബ്രാഹിം നബിയുടെ ചരിത്രമുണ്ട്, അതേപോലത്തെ സിറിയയിലുണ്ട്, അതുപോലെ തന്നെ ഇറാഖിലുണ്ട്, ഇറാനിലുണ്ട്, സൗദി അറേബ്യയിലുണ്ട്. ഇവിടെയൊക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നടന്നു ചെന്നിട്ടുണ്ട്, കടന്നു ചെന്നിട്ടുണ്ട്, അവിടെയൊക്കെ താമസിച്ചിട്ടുണ്ട്. ഈ വിശാലമായ ജീവിത ചരിത്രത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ പ്രബോധനം നിരന്തരമായി അള്ളാഹുവിന്റെ ഏകത്വവുമായി ബന്ധപ്പെട്ടതാണ്. ബിംബാരാധനക്കെതിരെ. പക്ഷേ വിപരീതം നോക്കൂ നിങ്ങൾ, വിരോധാഭാസം നോക്കൂ നിങ്ങൾ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വരുമ്പോ കാബാലയത്തിന്റെ മുമ്പിൽ ഏറ്റവും വലിയ ബിംബം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടേത്. അവർ പറയുന്നത് മുഹമ്മദ് ഒരു പുതിയ മതവുമായി വന്നു എന്നാണ്, ഞങ്ങൾ ഇബ്രാഹിം നബിയുടെ മാർഗത്തിലാണെന്നാണ്. മുശ്രിക്കുകളുടെ ഭാഷയാണ്. സുഹൃത്തുക്കളെ, ഇന്നും നിങ്ങൾ മുസ്ലിമീങ്ങളായ ആളുകൾ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് പലപ്പോഴും എന്താ പറയാറുള്ളത്? യഥാർത്ഥത്തിൽ മതവിശ്വാസത്തിലും അതല്ലെങ്കിൽ അഹ്ലുസുന്നയിലും ഇതുപോലുള്ള ആചാരത്തിലുമൊക്കെ ഉണ്ട് എന്ന് പറയുകയും എന്നാൽ തീർത്തും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ദുഃഖകരമായ ഒരു അവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതൊരു സങ്കടമാണ്. അല്ലാഹു എല്ലാവർക്കും ഉദവി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പറഞ്ഞേക്കാൻ, ദഅവത്ത് നടത്താൻ, ആ നാട്ടിലെ ആളുകൾക്ക് ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞേക്കാൻ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ഒട്ടകപ്പുറത്ത് കയറ്റി. എന്നിട്ട് പ്രവാചകൻ താഴെ നടന്നു. എന്നിട്ട് ഇങ്ങനെ യാത്ര കൊണ്ടാക്കുക. ഇങ്ങനെ മദീനയുടെ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ നടന്നു പോവാണ്, യമനിന്റെ ഭാഗത്തേക്ക് മദീനയിൽ നിന്ന് ഇങ്ങനെ നടന്നു പോവാണ്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. ആ കൂട്ടത്തിൽ പ്രവാചകൻ അദ്ദേഹത്തോട് പറയുന്നു, മുആദ്, നിനക്ക് ഞാൻ വസിയത്ത് നൽകുകയാണ്. ഇന്നക അസാ അല്ലാ തൽഖാനി ബഅദ ആമി ഹാദാ. ഒരു പക്ഷേ ഇനി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിക്കൊള്ളണമെന്നില്ല. എന്നിട്ട് വലഅല്ലക അൻ തമുറ ബിമസ്ജിദി ഹാദാ വഖബരി. നീ ഇനി വരുമ്പോ എന്റെ ഖബറിന്റെയും ഈ പള്ളിയുടെയും ഇടയിൽ ഒരു പക്ഷേ നീ നടക്കുന്നുണ്ടാവാം എന്നൊക്കെ പറഞ്ഞ് കുറെ ഉപദേശങ്ങൾ കൊടുക്കാൻ. നാട് വിട്ട്, വീട് വിട്ട്, കുടുംബം വിട്ട് അദ്ദേഹം മറ്റൊരു രാജ്യത്തേക്ക് ഇസ്ലാമിക ദഅവത്തുമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രകാരം പോകണം. അന്ന് മുആദിന്റെ പ്രായം 18 വയസ്സാണ്. ഇതിലുള്ള ചെറുപ്പക്കാരൊക്കെ ആലോചിക്കണം, 18 വയസ്സാണ്. അദ്ദേഹത്തിന് ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോ താൻ ഏറെ സ്നേഹിക്കുന്ന, എല്ലാ സമയത്തും പ്രവാചകന്റെ സഹവാസം ആഗ്രഹിക്കുന്ന മുആദ് റളിയല്ലാഹു അൻഹു ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുആദ്, നിങ്ങൾ ഇങ്ങനെ കരയാൻ പാടില്ല, ഇത് ശൈത്താൻ ഇഷ്ടാണ്. ഒരു മുസ്ലിമായ മനുഷ്യൻ, അതിലൊരു കായിക കൂടുണ്ട്, ഒരു മുസ്ലിമായ മനുഷ്യൻ കരയുന്നത്, നിന്ദ്യനാകുന്നത്, അവൻ അപമാനിതനാകുന്നതൊക്കെ പിശാചിന് ഇഷ്ടാണ്. അതുകൊണ്ട് അവിടെയൊക്കെ പാലിക്കപ്പെടേണ്ട മര്യാദകൾ പാലിക്കണം. സങ്കടം ഉണ്ടാവും, പ്രയാസം ഉണ്ടാവും, എന്നാലും ഇങ്ങനെ നമ്മൾ കരയാൻ പാടില്ല. മുആദ്, പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട ആ ചെറുപ്പക്കാരനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞേക്കാൻ. ഏതായിരുന്നാലും ഇത്രയും പറഞ്ഞിട്ട് അടുത്ത പ്രവാചകന്റെ സംസാരം എന്തറിയും? ഇന്ന അഹ്ല ബൈതി ഹൗലാഇ യറൗന അന്നഹും ഔലൻ നാസ ബി. ജനങ്ങൾ വിചാരിക്കുന്നുണ്ട് എന്റെ കുടുംബത്തിൽപ്പെട്ടവരാണ്, അവർ മാത്രമാണ് എന്നോട് ചേർന്ന് നിൽക്കുന്നത്. ശരിക്കും ശ്രദ്ധിക്കണേ, എന്റെ അഹ്ലു ബൈത്തിൽപ്പെട്ടവർ മാത്രമാണ് എന്നോട് ചേർന്ന് നിൽക്കുന്നത് എന്നാണ് ആളുകൾ വിചാരിക്കുന്നത്. പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്ലു ബൈത്തു എന്ന് പറഞ്ഞിട്ടുള്ള പ്രവാചകന്റെ കുടുംബക്കാരും അല്ലാത്തവരുമായിട്ടുള്ള വിശദമായി വിശദീകരിക്കേണ്ട വിഷയം. ആ അഹ്ലു ബൈത്തിൽപ്പെട്ട വലിയ പ്രാധാന്യവും പ്രത്യേകതയൊക്കെ അവർക്കുണ്ട്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ആളുകൾ അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട്, എന്നാൽ എന്നോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നത്, തഖ്വയിൽ ആരാണോ ഏറ്റവും മുൻപന്തി നിൽക്കുന്നത് അവരാണ്. അത് അവർ എവിടെയായിരുന്നാലും ആരായിരുന്നാലും ശരി, അവരാണ് എന്നോട് ചേർന്ന് നിൽക്കുന്നവർ എന്ന് പറഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതൊക്കെ കാണാം. ഞാൻ സൂചിപ്പിച്ചത്, ദീനുൽ ഇസ്ലാം പരിഗണിക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അരികിൽ പരിഗണന കിട്ടുന്നത് ഏതെങ്കിലും കൂട്ടത്തിലായി എന്നുള്ളത് കൊണ്ടല്ല.
ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വഴിയിലാണ് ഞങ്ങളെന്ന് അവകാശവാദം ഉന്നയിക്കാൻ മക്കയിലെ മുശ്രിക്കുകൾ ഉണ്ടായിരുന്നു. ഖുർആന പറയുന്നത് യഹൂദികൾ ഉണ്ടായിരുന്നു, നസ്വാറാക്കൾ ഉണ്ടായിരുന്നു. അതൊക്കെ തിരുത്തിയിട്ട് പറയുന്നത് അദ്ദേഹത്തിന്റെ വഴി ആരാണോ പിന്തുടരുന്നത് അവരാണ് യഥാർത്ഥത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വഴിയിലുള്ളത്. അള്ളാഹു എല്ലാവർക്കും ഉദവി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വഅഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവ തവ്വാബുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. നമ്മൾ മാസങ്ങളോളം മഴ കിട്ടാതെ വല്ലാതെ പ്രയാസപ്പെട്ടിരുന്നു. 1-2 ആഴ്ച മുമ്പ് ഇതേ സമയത്ത് ക്യാമ്പൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ്, ഞങ്ങൾ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയുള്ളത്. ഏതായിരുന്നാലും അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് മഴ ലഭിച്ചു തുടങ്ങി. ഈ സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യം. ഒന്ന്, മഴ കിട്ടുന്ന സമയം അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്നവരാണ്. എപ്പോൾ മഴ വർഷിക്കുമ്പോഴും പ്രാർത്ഥന ഉണ്ടാവണം നമുക്ക്. അത് മഴയുമായി ബന്ധപ്പെട്ട പ്രാർത്ഥന ഉണ്ട്. അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, അല്ലാഹുവേ ഈ മഴ ഞങ്ങൾക്ക് ഉപകാരപ്രദമാക്കി തരണം. അതിനപ്പുറത്തും എല്ലാ നന്മകൾക്കും മഴ വർഷിക്കുന്ന സമയത്ത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ്. അതുകൊണ്ട് ബാക്കിയുള്ളത് പ്രാർത്ഥിക്കാം. മഴ കിട്ടിക്കഴിഞ്ഞാൽ, നല്ലൊരു മഴ പെയ്തു കഴിഞ്ഞാൽ സത്യവിശ്വാസികൾ പറയണം, മുത്തിർന്ന ബിഫദ്ലില്ലാഹി വറഹ്മ. മുത്തിർന്ന, ഞങ്ങൾക്ക് മഴ കിട്ടി, ബിഫദ്ലില്ലാ, അള്ളാഹുവിന്റെ ഫദ്ൽ കൊണ്ട്, വറഹ്മ, അവന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് മഴ കിട്ടി എന്ന് നമ്മൾ സാധാരണ ഭക്ഷണമൊക്കെ കഴിച്ചാൽ അൽഹംദുലില്ലാഹ് എന്ന് ആത്മാർത്ഥമായി പറയുന്നത് പോലെ ഒരു നന്ദിയുടെ വാചകമാണ് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ മഴ ധാരാളമാകുമ്പോൾ, നമുക്ക് ആവശ്യത്തിനപ്പുറത്താവുമ്പോൾ, ഇന്നത്തെ ഒരു പ്രത്യേകത മഴ കൂടുതലുണ്ടായതുകൊണ്ടൊന്നല്ല. നമ്മൾ 2 ദിവസമായപ്പോൾ ഇതുവരെ കാണുന്ന ഒരു സീനല്ല 2 ദിവസം കൊണ്ട് കാണുന്നത്. അത് മഴ നന്നായി മുമ്പത്തേക്കാൾ കൂടുതൽ വർഷിച്ചത് കൊണ്ടൊന്നുമല്ല, ആളുകൾ ഉണ്ടാക്കിയെടുക്കുന്ന പ്രയാസങ്ങൾ കൊണ്ടൊക്കെയാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായിരുന്നാലും അതിൽ പ്രയാസപ്പെടുന്ന കുറെ മനുഷ്യരുണ്ട്. പലരുടെയും പിടിപ്പുകേടുകൾ കൊണ്ട് പ്രയാസപ്പെടുന്ന മനുഷ്യർ. മഴ അധികമാകുമ്പോഴോ നമുക്ക് പ്രയാസമാകുകയൊക്കെ ചെയ്യുമ്പോൾ എന്താ വേണ്ടത്? അവിടെയും പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന. അല്ലാഹുവേ ഈ മഴയെ ആവശ്യമുള്ള ചുറ്റുഭാഗങ്ങളിലേക്ക് നീ കൊണ്ടുപോകണേ, ഞങ്ങൾക്കതൊരു ശിക്ഷയായി നീ നൽകല്ലേ. ഇതും നമ്മൾ പറയണം. മഴയെ ശപിക്കുകയോ അല്ലെങ്കിൽ മോശമായി സംസാരിക്കുകയോ ഒരിക്കലും വിശ്വാസിയായ മനുഷ്യൻ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചതാണ്. മഴയെ, കാലത്തെ മോശമാക്കുന്ന സംസാരങ്ങൾ, നമ്മളെ നാട്ടിൽ സാധാരണഗതിയിൽ ചീഞ്ഞ മഴ, പ്രയാസം ഉണ്ടാക്കുന്ന മഴ, ഇങ്ങനെയുള്ള സംസാരങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹ് പറഞ്ഞിട്ടുണ്ടെന്നാ പറഞ്ഞു, മനുഷ്യന്മാരെ എന്നെ ചീത്ത പറയുന്നു എന്ന് റബ്ബ് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? കാലത്ത് നിങ്ങൾ ചീത്ത പറയരുത്, കാലം ഞാനാകുന്നു എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്ന അനുഗ്രഹങ്ങൾ അത് നമുക്ക് തൊട്ട് 1-2 ആഴ്ചകൾക്ക് ബാക്കിലോട്ടാണ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. റഹ്മത്ത് എന്ന് എത്ര സ്ഥലത്തെ വിശുദ്ധ ഖുർആൻ മഴയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ റഹ്മത്ത് ഏറ്റവും ഉപകാരം കിട്ടുന്ന രൂപത്തിൽ നമുക്ക് അള്ളാഹു വർഷിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. പാപങ്ങൾ അവർ പുറത്ത് മാപ്പാക്കുമാറാവട്ടെ. നാം ചെയ്യുന്ന അമലുകൾ അള്ളാഹു സ്വാലിഹായ സൽക്കർമ്മങ്ങളായി കബൂൽ ചെയ്യുമാറാവട്ടെ. വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്ത് മാപ്പാക്കുമാറാവട്ടെ. രോഗം, കടം, മാനസിക ശാരീരിക പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു എല്ലാവിധ ആരോഗ്യവും ഐശ്വര്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ വ്യത്യസ്ത രൂപത്തിൽ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു ക്ഷമ നൽകി ഏറ്റവും സ്ഥിരത നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾ, പ്രത്യേകിച്ച് ഫലസ്തീനിൽ റഫയിൽ ഇന്ന് പുതിയ വാർത്ത വരുന്നു, മ്യാൻമാറിൽ അവിടെയൊക്കെ വല്ലാത്ത അവസ്ഥകൾ അനുഭവപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾ അള്ളാഹു അവർക്ക് ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരിൽ മരണപ്പെട്ട ആളുകൾക്ക് ശുഹദാക്കളുടെ ഉന്നത മർത്തബ നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين.
اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد والحمد لله رب العالمين.